ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ. ആര്യാടൻ ഷൗക്കത്ത് MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ആദിവാസി വിഭാഗങ്ങളിലുള്ളവർക്ക് അടിസ്ഥാന രേഖകൾ നൽകുന്നതിനായുള്ള മെഗാ രേഖ അദാലത്ത് 11 നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. ആര്യാടൻ ഷൗക്കത്ത് MLA സാന്നിധ്യത്തിൽ ഇന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അധ്യക്ഷനായ ജില്ലാതല വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമായത്. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്ന രേഖാ അദാലത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി K തുളസി മുഖ്യാതിഥിയായിരിക്കും. അടിസ്ഥാന രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ സർക്കാർ ക്ഷേമ പദ്ധതികളിലടക്കം ഉൾപ്പെടാതെ പോകുന്ന നിലമ്പൂർ ഉൾവനത്തിലടക്കമുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിനാണ് മെഗാ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. നിലമ്പൂർ നഗരസഭ വഴിക്കടവ്, പോത്തുകൽ, എടക്കര, ചുങ്കത്ര, മൂത്തേടം, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലുള്ള ആദിവാസി വിഭാഗങ്ങൾക്കാണ് ക്യാമ്പ് നടക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, തൊഴിൽ കാർഡ് അടക്കമുള്ള രേഖകളാണ് നൽകുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ പരിപാലനം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ റിഹാബിലിറ്റേഷൻ, അവരുടെ ഹൗസിംഗ്, അതേപോലെ തന്നെ അടിസ്ഥാന രേഖ പോലും അവരുടെ കയ്യിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള വിശദമായ ചർച്ച കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിപുലമായൊരു യോഗം നിലമ്പൂരിൽ വെച്ച് നടന്നു. നിലമ്പൂരിലുള്ള ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത്, നിലമ്പൂരിൽ നമ്മൾ വിശദമായൊരു സർവേ നടത്തി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല, UHID കാർഡില്ല, ആധാർ കാർഡില്ല, ഒന്നുമില്ല ഭൂരിപക്ഷം ആളുകൾക്കും. ആദ്യം അതിനുവേണ്ടി നമ്മൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ആ സർവേ ഏകദേശം 2 ദിവസം കൊണ്ട് പൂർത്തീകരിക്കും. ആ സർവേയുടെ ഡാറ്റ വെച്ചുകൊണ്ട് ഏകദേശം 14,000 ആളുകൾ പങ്കെടുക്കുന്ന വിപുലമായൊരു അദാലത്ത് നിലമ്പൂരിൽ വെച്ച് നടത്തുകയാണ്. ആ അദാലത്തിന് വേണ്ടിയിട്ടുള്ളൊരു യോഗം കൂടിയാണ് ഇന്ന് നടന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ക്യാമ്പിൽ വന്നാൽ തന്നെ അവരുടെ ആധികാരികമായ രേഖകൾ വാങ്ങി അവർക്ക് തിരിച്ചു പോകാൻ കഴിയാവുന്നൊരവസ്ഥ വിശേഷം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 11-ാം തീയതി അത് നിലമ്പൂരിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ SC/ST വകുപ്പ് മന്ത്രി തുളസി മിനിസ്റ്ററും അതുപോലെ തന്നെ റവന്യൂ മിനിസ്റ്റർ AP അനിൽകുമാറും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വിപുലമായ ചടങ്ങിൽ വെച്ച് ഒരു വലിയ അദാലത്ത് കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ കേവലം വെറുതൊരു അദാലത്ത് നടത്തില്ല. ആദ്യം ഈ ആളുകളെ മുഴുവൻ കണ്ടെത്തി അവർക്ക് അതിൻ്റെ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, ADM PO സാദിഖ്, നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ, സൗത്ത് DFO G ധനിക് ലാൽ, ITDP പ്രൊജക്ട് ഓഫീസർ M ബിപിൻദാസ്, DMO ഡോക്ടർ വിനോദ്, DMO ഹോമിയോ ഡോക്ടർ സുമേഷ്, നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, വിവിധ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, മലപ്പുറം. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved, BBA and Bachelor of Travel and Management with several industry relevant add-on courses. കോളേജ് ലൊക്കേഷൻ എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just reach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ.